പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ഏഴിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താലോ? എക്സാം ഒക്കെ അടുത്ത് വരെയല്ലേ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അല്ലെ. सूचना सभी प्रश्नों के उत्तर लिखे। गतिविधि 3 और 4 के का गा में से किसी एक प्रश्न का उत्तर लिखे. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 6 ആക്ടിവിറ്റി ഉണ്ട്. അതില് 3, 4 ചോദ്യങ്ങളിൽ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അതിലേതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. ഇനി നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. സൂചന खंड के अनुसार प्रश्नों के उत्तर लिखे. പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പാരഗ്രാഫ് ഒന്ന് നോക്കിയാലോ, വായിച്ചു നോക്കിയാലോ. मैं रेडियो हूँ, बहुत साल पहले मेरा जन्म हुआ था, मेरे जन्मदाता मार्कोनी है. मैं समाचार, गीत, नाटक आदि सुनाता हूँ. मुख्य रूप से संसार के साधारण लोग मुझे सुनते हैं. बिजली मेरा जीवन है. मैं ലോകോം കി സഹചാരി ഹോ. റേഡിയോനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ആരാണ് റേഡിയോ കണ്ടുപിടിച്ചത്? മാർക്കോണി. പിന്നെ അത് മാത്രമല്ല, റേഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്? സമാചാറുണ്ട്, ഗീതുണ്ട്, നാടകമുണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. ശരിക്കും സാധാരണക്കാര് റേഡിയോ ഉപയോഗിക്കാറുണ്ട് അല്ലെ. നമ്മൾ എല്ലാവരും പണ്ട് റേഡിയോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബിജ്ലി മേരാ ജീവൻ ഹെ, मैं लोगों की सहचारी हूँ എന്നൊക്കെയാണ് റേഡിയോ പറയുന്നത് അല്ലെ. ഇനി നമുക്ക് ചോദ്യങ്ങളിലോട്ട് കിടക്കാം. यह कहानी किसकी है? समाचार की, बिजली की, टीवी की, റേഡിയോ की. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് मैं रेडियो हूँ. അപ്പൊ ആരുടെ കഥയാണ് പറയുന്നത്? റേഡിയോയുടെ കഥയാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. रेडियो का जन्म अभी अभी हुआ. रेडियो का जन्म बहुत साल पहले हुआ. रेडियो का जन्म आधुनिक काल में हुआ. रेडियो का जन्म कभी नहीं हुआ. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? വളരെ വർഷങ്ങൾക്ക് മുൻപാണ് റേഡിയോ ഉണ്ടായത് അല്ലെ. ഇന്ന് പല വീടുകളിലും തന്നെ റേഡിയോ ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ശരിയായ ഉത്തരം വരുന്നത് റേഡിയോ കാ ജന്म बहुत साल पहले हुआ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റേഡിയോ का ആവിഷ്കാർ കിസ്നെ കിയ. ആരാണ് റേഡിയോ കണ്ടുപിടിച്ചത്? മാർക്കോണിനെ, എഡിസണിനെ, ഗലീലിനെ, ന്യൂട്ടനെ. ആരാണ്? മാർക്കോണി അല്ലെ. ഇനി നാലാമത്തേത് മുഖ്യ रूप से रेडियो का उपयोग कौन करता है? संसार के अमीर लोग, संसार के साधारण लोग, संसार के भूखे लोग, संसार के नेता लोग. ആരാണ് റേഡിയോ കൂടുതലായും ഉപയോഗിക്കുന്നത്? സംസാർ കെ സാധാരണ ലോക്, സാധാരണക്കാരായ ജനങ്ങളാണ് കൂടുതലായി റേഡിയോ ഉപയോഗിച്ചിരുന്നത് അല്ലെ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. നോക്കാം. കുച്ച് സെ പ്യാർ കവിത കാ അംശ പഠേ ഓർ നീചെ ദിയേ പ്രശ്നോം കെ ഉത്തർ ലിഖേ. കുച്ച് സെ പ്യാർ എന്നുള്ള കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. ചോദ്യം നോക്കാം. മേഘ് സേ ആപ്നെ ക്യാ സംജ. മേഘ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. വർഷ, ബാദൽ, ജൽ, ബാരിഷ്. എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? മേഘ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാദലാണ് അല്ലെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സമാൻ ആശയ വാലി പങ്ക്തിയാം ലിഖേ. ഒരേ ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതാൻ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആണ് കുച്ച് സേ പ്യാർ അല്ലെ. അപ്പൊ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നോക്കാം. മേഘ് അപ്നി പാനി സേ പ്യാർ കരേ. ബാദൽ അപ്നി പാനി സേ പ്യാർ കരേ. ഏതാണ് ശരിയായ വരികള്? ബാദൽ അപ്നെ ജൽ സേ ഇത്നാ പ്യാർ കരേ കി. അതാണ് ശരിയായ ഉത്തരം അല്ലെ. ഇനി മൂന്നാമത്തേത് കവിതാംശ് കാ ആശയം ലിഖേ. തന്നിരിക്കുന്ന 4 വരികളുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആശയം എഴുതുമ്പോൾ ആദ്യം അത് ആരുടെ കവിതയാണ് എന്ന് എഴുതണം. പിന്നെ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എഴുതണം. നോക്കിയാലോ, ആശയം ഒന്ന് എഴുതിയാലോ. കുച്ച് സെ പ്യാർ ശോഭാനാഥ് യാദവ് കി കവിത ഹെ. ആരുടെ കവിതയാണ്? ശോഭാനാഥ് യാദവിന്റെ കവിതയാണ്. ഇസ്മേം കവി कहते हैं कि प्यार सबको देना है. എന്താണ് കവി പറയുന്നത്? ഇതില് പ്യാർ കാ മഹത്വം ആണ് പറയുന്നത് അല്ലെ. അപ്പൊ കവി പറയുന്നത് എല്ലാവർക്കും സ്നേഹം നൽകണം. ബാദൽ കോ അപ്നാ ജൽ
प्यारा है. മേഘത്തിന് തന്റെ ജലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. വജൽ ബാദൽ പ്യാർ സേ ഹമേ ദേത്താ ഹെ. ആ ജലമാണ് നമുക്ക് ബാദൽ സ്നേഹത്തോടു കൂടി തരുന്നത്. सरल भाषा में लिखी इस कविता का उद्देश्य हम प्रकृति की ओर ध्यान देना है. ഈ കവിതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയെ ഒന്ന് സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. कहानी का अंश पढ़े और नीचे दिए प्रश्नों के उत्तर लिखे. एक राजा की 3 बेटियां थी. वह अपनी बेटियों से पूछा कि वे उन्हें कितना प्यार करते हैं. तीसरी बेटी ने कहा, मैं तुम्हें खाने में नमक जितना प्यार करती हूँ. അപ്പൊ ഇതില് ഒരു കഹാനിയുടെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. ഗാന്ധിജിക്ക് നമക്കഥയിലെയാണ് ചെറിയൊരു ഭാഗം തന്നിട്ടുള്ളത്. അപ്പൊ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു രാജാവിന് 3 മക്കൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ 3 മക്കളോടും രാജാവ് നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ ഒരാള് ചന്ദ്രനെ പോലെ, ഒരാള് സൂര്യനെ പോലെ, സൂരജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ മോളാണ് എന്ത് പറയുന്നത്, മേ തുമേ ഖാനെ മേ നമക് ജിത്നാ പ്യാർ കർത്തി ഹെ. ഭക്ഷണത്തില് ഉപ്പിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതേപോലെ ഞാനും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. രാജാക്ക് കിത്തനി ബേട്ടിയാം തീ. രാജാവിന് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു? അപ്പൊ നോക്കൂ, 1 3 4 2. ഏതാണ് ശരിയായ ഉത്തരം? ടി. ഇനി രണ്ടാമത്തെ നോക്കാം. രാജ ഓർ തീസരി ബേട്ടി കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേ. രാജാവും മൂന്നാമത്തെ മോളും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സംഭാഷണം ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ? നോക്കാം. പ്യാരി ബേട്ടിയോ ക്യാ ഏക് ബാത് പൂച്ചും. ഒരു കാര്യം ചോദിച്ചോട്ടെ. തീസരി ബേട്ടി പൂച്ചേ പിതാജി. ചോദിച്ചോളൂ പറയുന്നുണ്ട് രാജ. തും മുझे കിतना പ്യാർ കർത്തേ ഹോ. നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? തീസരി ബേട്ടി मैं आपको खाने में നമക് കെ സമാൻ പ്യാർ കർത്തി ഹും. ഭക്ഷണത്തില് ഉപ്പിനെ പോലെ സ്നേഹിക്കുന്നുണ്ട് അല്ലെ. ഉപ്പ് എത്രത്തോളം നമുക്ക് ഭക്ഷണത്തില് സ്വാദിഷ്ടം തരുന്നുണ്ടോ അതേപോലെയാണ് സ്നേഹിക്കുന്നത് അല്ലെ. രാജ ക്യോ? തീസരി ബേട്ടി നമക് ഡാലേ തോ ഖാന സ്വാദിഷ്ട ബൻ ജായേഗ. ഉപ്പ് ഉണ്ടെങ്കിൽ ഭക്ഷണം സ്വാദ് ഉണ്ടാവുകയുള്ളൂ അല്ലെ. രാജ ക്യാ? തീസരി ബേട്ടി ഹാ ഖാനെ മേ നമക് കി ജറൂരത് ഹൈ. എന്താണ് ഭക്ഷണത്തിൽ എന്താണ് ആവശ്യം? ഉപ്പാണ് ആവശ്യം. രാജ ടീക് ഹൈ. അപ്പൊ ഇത്രയുമാണ് സംഭാഷണത്തില്. ആക്ടിവിറ്റിയിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ അടുത്തത് നോക്കാം. ഇൻ ഘട്നാവും കോ ക്രം സേ ലിഖേ. അവിടെ കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മുടെ പാഠഭാഗത്തുള്ളത് തന്നെയാണ്. അത് ക്രമത്തിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സമുദ്ര കെ പാനി സേ നമക് ബനാകർ അംഗ്രേസോം കാ കാനൂൻ തോടാ. ഗാന്ധിജി പൈദൽ ദണ്ഡി കെ സമുദ്ര കിനാരെ ചൽ പടേ. गांधी ने पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. यात्रा के दौरान हजारों लोग छूटते गए. അപ്പൊ നമ്മുടെ ഗാന്ധിജിക്ക് നമക്കഥ പാഠഭാഗത്തിലെ ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ. അപ്പൊ ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇതൊന്ന് നമുക്ക് ക്രമത്തിൽ എഴുതിയാലോ? ഗാന്ധിജി പൈദൽ ദണ്ഡി കെ സമുദ്ര കിനാരെ ചൽപട. ആദ്യം എന്താണ് എഴുതുക? ഗാന്ധിജി കാൽനടയായി സമുദ്ര തീരത്തേക്ക് പോകുന്നത്. അതാണ് നമ്മൾ ആദ്യം എഴുതുന്നത് അല്ലെ. പിന്നീട് വരുന്നത് ഏതാ? യാത്രയ്ക്ക് ദൗറാൻ ഹസാരോ ലോക് ചുടുത്തേ ഗയേ. അപ്പോ ആ യാത്രയില് ആയിരക്കണക്കിന് ആളുകൾ ചേർന്നു അല്ലെ. ഇനി അടുത്തത് ഏതാ വരിക? സമുദ്രക്കെ പാനി സേ നമക് ബനാക്കർ അംഗ്രീസോം കാ കാനൂൻ തോട. പിന്നീട് വരുന്നത് ഏതാണ്? സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. ഇനി അടുത്തത് ഗാന്ധിജിനെ പൂരെ ദേശ് കോ അംഗ്രേസോം സേ മുക്ത് ഹോനെ കാ രാസ്ത ദിക്കാ ദിയ. ഗാന്ധിജി രാജ്യത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തു. ഇത്രയുമാണ് വരുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. സാഫ് സഫായി മേം അവൽ ഗാവ് लेख का अंश पढ़े और नीचे दिए प्रश्नों के उत्तर लिखे.
അപ്പൊ സാഫ് സഫായി അവൽ ഗാവിലെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയാലോ, एशिया का सबसे साफ सुथरा गांव मावलिनोंग मेघालय में है। साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया। इस गांव की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गांव वाले खुद ही करते हैं. അപ്പൊ നമുക്കറിയാം അല്ലെ, ഏഷ്യക്ക സാഫ് സുദ്ര ഗാവ് എന്ന് പറയുന്നത് മാവ്ലിനോങ് ആണ്. അതെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ ആണ്. അതേപോലെ സാഫ് സുദ്രെ ഗാവ് കെ തൗർ പർ ചുനാ ഗയ എപ്പോഴാണ് തെരഞ്ഞെടുത്തത്? 2003 അതേപോലെ തന്നെ ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വൃത്തിയാക്കുന്നതൊക്കെ ഗ്രാമീണവാസികൾ തന്നെയാണ് വൃത്തിയാക്കുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം അല്ലെ, പാഠഭാഗത്ത് നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏഷ്യ का सबसे साफ सुथरा गांव മാവ്ലിനോങ് കഹാം ഹെ? ഏഷ്യയിലെ സാഫ് സുഥര ഗാവ് മാവ്ലിനോങ് എവിടെയാണ്? ഓപ്ഷൻസ് ഉണ്ട്: പഞ്ചാബ്, മേഘാലയ, മധ്യപ്രദേശ്, ദില്ലി. ഏതാണ് ശരിയായ ഉത്തരം? മേഘാലയ. രണ്ടാമത്തേത്, സന്ദേശ് വാക്യ ജോഡ്കർ പരിസ്ഥിതി സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കരേ. ഇപ്പൊ ഇവിടെ നമ്മൾ പരിസ്ഥിതി സംരക്ഷണന്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു സന്ദേശവാക്യവും അതിനനുയോജ്യമായ ചിത്രം കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഏത് ചിത്രം വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ സന്ദേശവാക്യം 1-2 ഇവിടെ പറയാം. ഒന്നാമത്തേത് പരിസ്ഥിതി ഹമാരി ജാൻ ഹെ, അല്ലെങ്കിൽ പരിസ്ഥിതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹെ എന്ന് എഴുതിയാലും മതി. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. गांधी जी की नमक कथा कहानी का अंश पढ़े और नीचे दिए प्रश्नों के उत्तर लिखे. ഗാന്ധിജി കെ നമക് കഥയിലെ ആക്ടിവിറ്റിയുടെ ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. गांधी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दंडी नाम के समुद्र किनारे के गांव चल पड़े. वे वहां जाकर समुद्र के पानी से कुछ नमक बनाकर अंग्रेजों का काला कानून तोड़ना चाहते थे. ഇതിലെന്താണ് പറയുന്നത്? ഗാന്ധിജി വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് അനുയായികളെയും കൂട്ടി അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായി ദണ്ഡി സമുദ്ര തീരത്തെത്തുകയാണ്. അവിടെ വന്നിട്ട് ഗാന്ധിജി എന്താണ് ആഗ്രഹിക്കുന്നത്? അവിടെ പോയി ആ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിക്കാനാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് അല്ലെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഗാന്ധിജി കിസ് സമുദ്ര തട്ട് പർ ആയേ? ഗാന്ധിജി ഏത് സമുദ്രതട്ട് തീരത്താണ് വന്നത്? നമുക്ക് ഉത്തരം ദണ്ഡി എന്ന് കൊടുക്കാം അല്ലെ. ദണ്ഡി സമുദ്ര തീരത്തല്ലേ വന്നത്? അപ്പൊ ദണ്ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. गांधीजी अहमदाबाद से पैदल चलकर दंडी पहुंचे, खुद नमक बनाकर अंग्रेजों का कानून तोड़ा. इस घटना पर समाचार पत्र के लिए एक रिपोर्ट तैयार करें. അപ്പൊ ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായി ദണ്ഡി എത്തുകയാണ്. അവിടെ നിന്ന് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പറിലേക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കണം, സ്ഥലപ്പേരൊക്കെ കൊടുക്കണം അല്ലെ. എന്നിട്ട് വേണം റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കാനായി ആദ്യം ടൈറ്റിൽ കൊടുക്കാം. എന്താണ് കൊടുക്കുക? ആസാദി കി ഓർ കാ രാസ്ത. ടൈറ്റിൽ കൊടുത്തു. പിന്നെ നമ്മൾ സ്ഥലപ്പേര് ദണ്ഡി തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കാം. अंग्रेजों के अत्याचारों और लूट के विरुद्ध आवाज उठाते वह महान आदमी ഗാന്ധിജി ദണ്ഡി സമുദ്ര കിനാരെ ആയേ. എന്താണ്? ബ്രിട്ടീഷുകാരുടെ അത്യാചാരങ്ങൾക്കെതിരെ ആയിട്ട് ആരാണ് വരുന്നത്? നമ്മുടെ ഗാന്ധിജി ദണ്ഡി സമുദ്ര തീരത്ത് വന്നു. ഹസാരോ ലോഗ് ഉൻകെ സാത്ത് ദേ. ആയിരക്കണക്കിന് ആളുകൾ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നു. अंग्रेजों ने नमक को टैक्स लगाने के विरुद्ध उन्होंने वहां के समुद्र किनारे से मुट्ठी भर नमक उड़ाया. लोगों ने कहा कि गांधी जी ने देश के आजाद होने का रास्ता खोल दिया है. പിന്നീട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ഉപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന്
ഒരു പിടി ഉപ്പെടുത്തു അല്ലെ. മുട്ടി ഭർ നമക് ഉടായ, ഗാന്ധിജി അവിടുന്ന് മുട്ടി ഭർ നമക് ഉടായ. അപ്പോ ജനങ്ങൾ എന്താണ് പറയുന്നത്? രാജ്യം സ്വതന്ത്രമാകാനുള്ള അല്ലെങ്കിൽ രാജ്യത്തെ നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴി ഗാന്ധിജി തുറന്നു കാണിച്ചു തന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ബ്രിട്ടീഷുകാര് ഉപ്പിന് ടാക്സ് ഏർപ്പാടാക്കി അതിനെതിരായിട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് ആ പാഠഭാഗത്തുള്ള കുറച്ചു ഇത് വെച്ചിട്ട് തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാം. ഇനി അടുത്തത് ആറാമത്തെ ആക്ടിവിറ്റി. यह धरती है उस किसान की कवितांश के आधार पर नीचे दिए प्रश्नों के उत्तर लिखे. यह धरती है उस किसान की जो मिट्टी का पूर्ण पारखी, जो मिट्टी के संग साथ ही. പിന്നീട് അടുത്തത് യ ധർത്തി ഹെ ഉസ് കിസാൻ കി കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരു 3 വരി തന്നിട്ടുണ്ട്. അപ്പൊ ആ 3 വരി നമ്മളിപ്പോ വായിച്ചു അല്ലെ. ഇനി ചോദ്യങ്ങൾ നോക്കാം. യ ധർത്തി കിസ്കി ഹെ, ഈ ധർത്തി ആരുടേതാണ്? രാജാ കി, മാനവ് കി, കിസാൻ കി, ഗരീബ് കി. കവിതയിൽ ആരുടെ ധർത്തിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? കിസാൻ കി ആണ് അല്ലെ. അപ്പൊ കിസാൻ കി എന്ന് എഴുതുക. പിന്നെ അടുത്തത് സഫലത കെ ലിയെ പരിശ്രമം കി ആവശ്യകത ഹെ, ഇസ് വിഷയ പർ ലേഖ് ലിഖേ. വിജയത്തിന് പരിശ്രമം ആവശ്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ആറാമത്തെ ആക്ടിവിറ്റി. यह धरती है उस किसान की कवितांश के आधार पर नीचे दिए प्रश्नों के उत्तर लिखे. यह धरती है उस किसान की जो मिट्टी का पूर्ण पारखी, जो मिट्टी के संग साथ ही. പിന്നീട് അടുത്തത് യ ധർത്തി ഹെ. അപ്പൊ ആ ഒരു ലേഖ നോക്കാം നമുക്ക്. हमारा जीवन हमेशा एक जैसा नहीं है. जीवन में उन्नति अवनति विजय पराजय सुख दुख आदि आते हैं. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ അല്ല അല്ലെ. അവിടെ ഉയർച്ച താഴ്ച വിജയ പരാജയങ്ങൾ സുഖ ദുഃഖങ്ങൾ എല്ലാം ഉണ്ടാവും. संघर्ष भरे जीवन में सफलता के लिए हमें कठिन परिश्रम करना चाहिए. അപ്പോ നമ്മുടെ ഈ സംഘർഷപൂർണമായ ജീവിതത്തില് വിജയത്തിന് വേണ്ടി നമ്മള് നല്ലതുപോലെ പരിശ്രമിക്കണം. जीवन के सभी संघर्षों का सामना करके हम आगे बढ़े तो जरूर हम सफल होंगे. അപ്പോ അങ്ങനെ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളെയും നമ്മൾ നേരിട്ട് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് മാത്രമല്ല നമ്മൾ വിജയിക്കുകയും ചെയ്യും. പരിശ്രമം करने के बाद उसका फल मिलते वक्त हमारा मन तृप्त हो जाएगा. അങ്ങനെ അധ്വാനിച്ച് അല്ലെങ്കിൽ പരിശ്രമിച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ ഫലം കിട്ടുമ്പോൾ നമ്മളുടെ മനസ്സിനും ഒരു ആശ്വാസം ഉണ്ടാകും. സമാജ് ഓർ ദേശ് കെ വികാസ് കെ ലിയെ പരിശ്രമം കാ യോഗ്ദാൻ ബഹുത് അധിക് ഹൈ. അത് മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിനെല്ലാം നല്ലതുപോലെ നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. അപ്പൊ ഇത്രയുമാണ് ലേഖിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ലതുപോലെ പരീക്ഷ എഴുതുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.